എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും എനിക്കറിയാം. ഇതിലെ ഭൂരിഭാഗം പേരുടെ കമ്പനീസിലും എനിക്ക് ഷെയർസും ഉണ്ട്. ഫിനിക്സ് പക്ഷിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞ് ക്ലീശയായ കാര്യമാണെങ്കിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഒരു ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഇതുവരെ സോഷ്യൽ മീഡിയകളിലോ മറ്റു മാധ്യമങ്ങളിലോ മുഖം കാണിക്കാത്ത ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ബിസിനസ് ഫേസ് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതായ മാനസിക നിലയിലായിരുന്നു ഇത്രയും നാളും. ഒരു വലിയ ജീവിത പരാജയം ഏറ്റുവാങ്ങിയപ്പോഴാണ് ഞാൻ വിജയം സ്വപ്നം കാണാൻ തുടങ്ങിയത്. ജോലി ചെയ്ത് മാത്രം ജീവിക്കുന്ന, സമ്പാദ്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഈ അച്ഛന്റെ മകനാണ് ഞാൻ. പട്ടിണിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും അച്ഛനും അമ്മയും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങള് ധനികരുമല്ലായിരുന്നു. അതൊരു കുഴപ്പമാണെന്ന് എനിക്കോ അച്ഛനോ ആദ്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അതൊരു വലിയ കുറവാണെന്ന് ഞാനും എന്റെ അച്ഛനും ഒരുപോലെ ഒരിക്കൽ തിരിച്ചറിഞ്ഞു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളില്, ഉറക്കം വരാത്തൊരു രാത്രിയില് വിജയ സ്വപ്നവുമായി എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു പുസ്തകമാണ്. പൗലോ കൊയ്ലോ എഴുതിയ ആൽക്കമിസ്റ്റ്. നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നത്തെ, പേഴ്സണൽ ലെജൻഡ്, ധൈര്യത്തോടെ പിന്തുടരുക. ആത്മാർത്ഥമായി നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. അതായിരുന്നു ആ നോവലിലെ മെസ്സേജ്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ ലക്ഷ്യമുണ്ട് എന്ന ഭയമാണ് അവരെ സ്വപ്നങ്ങളിൽ നിന്നും അകറ്റുന്നതെന്നും, ജീവിതയാത്രയിൽ നേരിടുന്ന പരീക്ഷണങ്ങളും പരാജയങ്ങളും വിജയത്തിലേക്കുള്ള വാതിലുകളാണെന്ന് ആ നോവലിൽ പറയുന്നുണ്ട്. പോസിറ്റീവായി ചിന്തിച്ച് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയായിരുന്നു എന്റെ ഈ വിജയത്തിന്റെ ആധാരം. ഇതൊക്കെ നേടും ഞാൻ. ഇതൊക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം അതെനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കും അതുണ്ടാവണം. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് എല്ലാവരെയും ഒന്ന് കാണേണ്ട സമയമായി എന്ന് തോന്നിയതുകൊണ്ട്. ഇവരാണ് എന്റെ പ്രാണൻ, എന്റെ അച്ഛനും അമ്മയും മറ്റു കൂടപ്പിറപ്പുകളും.